ഭർത്താവിനെ കൊന്ന് കുഴിച്ചുമൂടിയ കേസിൽ പശ്ചിമ ബംഗാൾ ഹൂഗ്ലി സ്വദേശികളായ രേഷ്മ ബബിയെയും സുഹൃത്ത് ഭീരുവിനെയും തൃശൂർ 1-ാം ക്ലാസ് അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2021 ഡിസംബർ 13-നാണ് രേഷ്മയുടെ ഭർത്താവ് മൻസൂർ മാലിക്കിനെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശൂരിൽ നിന്നും. ലെവിൻ, എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? എന്താണ് ഈ പ്രതികളെ ഇത്തരത്തിലുള്ള കൃത്യത്തിലേക്ക് നയിച്ചത്? സോന, തൃശൂർ 1-ാം ക്ലാസ് അഡീഷണൽ കോടതിയാണ് പ്രതികൾക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2021 ഡിസംബർ 13-നാണ് തൃശൂർ ഇരിങ്ങാലക്കുട ചേർപ്പിൽ വെച്ച് ഇത്തരത്തിലൊരു ദാരുണമായ കൊലപാതകം നടക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയും പശ്ചിമ ബംഗാൾ സ്വദേശിയുമായിട്ടുള്ള മൻസൂർ മാലിക് എന്ന യുവാവാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇയാളുടെ ഭാര്യയായിട്ടുള്ള രേഷ്മ ബബിയും സുഹൃത്തായിട്ടുള്ള ഭീരുവിനും ഈ യുവാവിനെ വീട്ടിൽ വെച്ച് ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇരുവരും ദീർഘനാളുകളായി സുഹൃത്തുക്കളായിരുന്നു. ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകം നടത്തിയത്. വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് കൊല നടത്തിയതിനു ശേഷം ഇവരുടെ ബന്ധു തന്നെയായ ഒരു 16 വയസ്സുകാരനെ സഹായത്തോടുകൂടി മൃതദേഹം കുഴിച്ചിടുകയാണ് ഉണ്ടായത്. പിന്നീട് ഇയാളെക്കുറിച്ച് കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ലഭിക്കുകയും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ഭാര്യ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും അതിൽ നിന്നും പരസ്പര വിരുദ്ധമായ മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ കൊലപാതകം കണ്ടെത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതികളുടെ ശാസ്ത്രീയമായ തെളിവെടുപ്പും പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നടന്നിരുന്നു. പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ഇന്ന് ശിക്ഷ വിധിക്കുകയുമായിരുന്നു. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് ഇരുവർക്കും ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 16 വയസ്സുകാരനെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾക്കും കേസിൽ വിധേയമാക്കിയിരുന്നു. ഏതായാലും ദാരുണമായ ഒരു സംഭവത്തിൽ തക്കതായ ശിക്ഷ പ്രതികൾക്ക് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സോന, ശരി. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.